നമസ്കാരം. നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഫീല്, ഒരു അന്തരീക്ഷമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഭിത്തിയുടെ നിറമോ ഫർണിച്ചറോ ഒന്നുമല്ല, അതിനപ്പുറം എന്തോന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു അദൃശ്യമായ ശക്തിയെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും രൂപപ്പെടുത്തുന്നതെന്നും നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരേ പ്ലാനില് ഒരേപോലെ പണിത രണ്ട് വീടുകൾ. ഒന്നിലേക്ക് നമ്മൾ കയറുമ്പോൾ ഒരു പ്രത്യേക സമാധാനവും സന്തോഷമൊക്കെ തോന്നും. പക്ഷേ മറ്റേ വീട്ടിൽ കയറുമ്പോഴോ ഒരു അസ്വസ്ഥത, ഒരു ഭാരം പോലെ. എന്തായിരിക്കും ഇതിന് കാരണം? ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ആ വീട്ടിലെ ആളുകളുടെ ചിന്തകളിലാണ്. നമുക്ക് ആ രഹസ്യത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. ഈ വ്യത്യാസത്തിന് കാരണം ഓരോ വീടിനും അതിൻ്റേതായ ഒരു അദൃശ്യ ശക്തിയുള്ളതുകൊണ്ടാണ്. ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ മനസ്സിന് കൃത്യമായിട്ടത് അനുഭവിക്കാൻ സാധിക്കും. ഇതിനെയാണ് പലരും സൈക്കിക് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു വീട്ടിലെ ആളുകളുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം കൂടി ചേർന്ന് അവിടെയൊരു വൈകാരികമായ അന്തരീക്ഷമുണ്ടാക്കുന്നു. സ്നേഹവും സന്തോഷവുമാണ് ആ വീട്ടിൽ കൂടുതലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം നല്ല പോസിറ്റീവായിരിക്കും. നേരെ മറിച്ച് ദേഷ്യവും വഴക്കുമാണെങ്കിലോ അത് നെഗറ്റീവായി മാറും. ഈ ഊർജ്ജത്തിൻ്റെയൊക്കെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് സങ്കല്പശക്തിയാണ്. അതായത് ദമ്പതികൾ ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ആ ഒരു ദൃഢനിശ്ചയം. രണ്ടുപേരുടെയും ചിന്തകൾ ഒരേ പോസിറ്റീവ് ദിശയിലാണ് പോകുന്നതെങ്കിൽ അത് പുറത്തുനിന്നുള്ള എല്ലാ പ്രശ്നങ്ങളെയും തടയുന്ന ഒരു ശക്തമായ മാനസിക കവചം പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഈയൊരു ആശയം ഇത് ശരിക്കും പുതിയതൊന്നുമല്ല. നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. ഇതിന് ആധുനിക കാലത്ത് വ്യക്തമായ ഒരു രൂപം നൽകിയ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ആഴത്തിലുള്ള തത്വചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അദ്ദേഹം പറയുന്നത് കേൾക്കൂ, ദൃഢനിശ്ചയം അസാധ്യമായതിനെ സാധ്യമാക്കുന്ന വൈദ്യുതിയാണ്. ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. അതായത് നമ്മുടെ ഓരോ ചിന്തകൾക്കും ഒരു ഇലക്ട്രിക് കറണ്ടിന്റെ ശക്തിയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ബന്ധത്തിൽ രണ്ടുപേർ ഒരേ ലക്ഷ്യത്തോടെ ഒരുമിക്കുമ്പോൾ ആ ശക്തി ഇരട്ടിയാവുകയും അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ അതിന് കഴിയുകയും ചെയ്യും. ഗുരുദേവന്റെ കാഴ്ചപ്പാടിൽ ഒരു ക്രിയാത്മക ബന്ധമെന്ന് പറയുന്നത് ഇതാണ്: പങ്കാളികളുടെ ചിന്തകൾ ഒരേ ദിശയിൽ ഒരു പുഴ പോലെ ഒഴുകുക. ഇത് വെറുതെ ഒരുമിച്ച് താമസിക്കുക എന്നതിനപ്പുറം ഒരുമിച്ച് വളരാനും ഏത് പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടാനും സന്തോഷമുള്ളൊരു കുടുംബം കെട്ടിപ്പടുക്കാനുമുള്ള ഒരു യഥാർത്ഥ ശക്തിയായി മാറുന്നു. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ ആത്മീയമായ കാര്യങ്ങളല്ലേ, ഇതിന് ശാസ്ത്രീയമായി എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അവിടെയാണ് രസം. ആധുനിക ശാസ്ത്രം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇതേ ദിശയിലേക്കാണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടന്ന ചില പഠനങ്ങൾ തെളിയിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടം ആളുകളുടെ ഏകാഗ്രമായ ചിന്തകൾക്ക് ഭൗതിക ലോകത്തിൽ ചെറിയ മാറ്റങ്ങൾ വരെ വരുത്താൻ കഴിയുമെന്നാണ്. ഇതിനെയാണ് ശാസ്ത്രം കളക്റ്റീവ് കോൺഷ്യസ്നസ് അഥവാ കൂട്ടായ ബോധം എന്ന് പറയുന്നത്. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പുരാതന ആത്മീയതയും പുതിയ ശാസ്ത്രവും ഒരേ കാര്യമാണ്, പക്ഷേ വ്യത്യസ്ത വാക്കുകളിൽ പറയുന്നു എന്ന് മാത്രം. ഗുരുദേവ് പറയുന്ന സങ്കല്പശക്തി എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്ന കൂട്ടായ ബോധം പോലെയാണ്. ബന്ധത്തിലെ ഐക്യത്തെ ശാസ്ത്രം കോഹറൻസ് എന്ന് പറയും. അതായത് ഊർജം ഒരേ താളത്തിൽ ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്നതുപോലെ. അതേസമയം വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ എൻട്രോപ്പിയുണ്ടാകുന്നു. അതായത് ഊർജം ചിതറിപ്പോയി എല്ലാം താളം തെറ്റുന്ന ഒരവസ്ഥ. ഇതിന്റെ ഒരു റിസൾട്ട് അത് നമുക്ക് വീട്ടിൽ നേരിട്ട് കാണാൻ പറ്റും. യോജിപ്പുള്ള ചിന്തകൾ വീട്ടിൽ സമാധാനവും ആരോഗ്യവും കൊണ്ടുവരുമ്പോൾ ഈ താളം തെറ്റിയ ഊർജം നിരന്തരമായ അസുഖങ്ങൾക്കും എവിടെ നിന്നാണെന്നറിയാത്ത മാനസിക പിരിമുറുക്കങ്ങൾക്കും കാരണമായേക്കാം. നിങ്ങളുടെ വീടിനെ ഒരു മാനസിക ബാറ്ററിയായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും യോജിച്ച ചിന്തകളാണ് ഈ ബാറ്ററിയെ ഓരോ നിമിഷവും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഴക്കുകളും സംശയങ്ങളും ഈ ചാർജ് വളരെ പെട്ടെന്ന് കുറച്ചു കളയും. അപ്പോൾ ഈ ബാറ്ററി ഫുൾ ചാർജിൽ നിലനിർത്തേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാൻ പറ്റും? ഈ മാനസിക ബാറ്ററിയെ എപ്പോഴും ചാർജ് ചെയ്ത് നിർത്താൻ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ കഴിയും? അതിനുള്ള ചില വഴികൾ നമുക്ക് നോക്കാം. ഈ 3 ലളിതമായ ശീലങ്ങളിലൂടെ ആ ക്രിയാത്മകമായ ഊർജം നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒന്നാമതായി, എല്ലാ ദിവസവും രാവിലെ ഒരു 2 മിനിറ്റ് ഒരുമിച്ച് പോസിറ്റീവായി ചിന്തിക്കുക. ഞങ്ങളുടെ ബന്ധം നല്ലതാണ്, ഞങ്ങൾ ഒരുമിച്ച് നല്ലൊരു ലോകം സൃഷ്ടിക്കുന്നു എന്ന്. ഇത് ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഊർജം തരും. രണ്ടാമതായി, വഴക്കുകളുണ്ടാകുമ്പോൾ ദേഷ്യത്തിന് പകരം സമാധാനം തിരഞ്ഞെടുക്കുക. ഇത് ആ നിമിഷത്തെ മാത്രമല്ല, നിങ്ങളുടെ ബന്ധത്തെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. മൂന്നാമതായി, നല്ല കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യാനും പഠിക്കാനും കുറച്ച് സമയം കണ്ടെത്തുക. ഇവ ഓരോന്നും നിങ്ങളുടെ വീടിന്റെ ആ മാനസിക ബാറ്ററിയെ റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോല് പുറത്തുള്ള വസ്തുക്കളിലോ സാഹചര്യങ്ങളിലോ ഒന്നുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്.
നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും യോജിച്ച ചിന്തകൾക്ക് നിങ്ങളുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പങ്കുവയ്ക്കപ്പെട്ട ദൃഢനിശ്ചയം കൊണ്ട് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എന്ത് നല്ല മാറ്റം സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഈ ഉള്ളടക്കം ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സാഹിത്യത്തെയും ഗവേഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിനെ ഒരു വൈദ്യോപദേശമായി കണക്കാക്കരുത്. നന്ദി.